പത്തനംതിട്ട ചിറ്റാറിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെത്തിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ്. വെറ്റിനറി സർജൻ സ്ഥലത്തെത്തി കിണർ വറ്റിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. ഏകദേശം 7 വയസ്സ് പ്രായമുള്ള കടുവയാണ് പുലർച്ചെ കിണറ്റിൽ വീണത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. കുടിക്കാൻ വെള്ളമെടുക്കുന്ന കിണറിലാണ് കടുവ വീണത്. ഒരു ടൈഗറിനെ സംബന്ധിച്ച് ആ ഹൈറ്റൊക്കെ സുഖമായിട്ട് മുകളിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു ഹൈറ്റാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാർ ഇവിടുന്ന് മാറേണ്ടതായിട്ടുണ്ട്. ആ 2 മീറ്റർ വെള്ളത്തിൽ ആ വെള്ളം പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ഈ കിണറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു ഇരുമ്പ് പൈപ്പ് ഇറക്കി അതിനകത്തുകൂടെ PVC പൈപ്പ് ഇറക്കി വേണം ഞങ്ങൾക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കാൻ. 4-5 മാസം മുമ്പേ ഇവിടെ കടുവയുടെ സാന്നിധ്യം കണ്ടതാണ്. ഈ ഒരാഴ്ച മുമ്പേ പുലിയുടെ സാന്നിധ്യം കണ്ടതാണ്. ഇതെല്ലാം ഞങ്ങൾ വനംവകുപ്പിനെ വിളിച്ചറിയിക്കാറുണ്ട്. ഇവരിപ്പോൾ എടുത്തിട്ട് അങ്ങ് പോവും. പിന്നെ നാളെ ഇത് തന്നെയല്ലേ കാണുന്നത്. ഞങ്ങൾക്കൊരു പേടിയുണ്ട്. ഇവരിപ്പോൾ എടുത്തിട്ട് എല്ലാവരും പോകും. പിന്നെ നാളെ വരത്തില്ലെന്നുണ്ടോ? ഇത് ഒന്നായിട്ട് ഇറങ്ങത്തില്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കടുവ ഇങ്ങനെ നമ്മൾ ഇതുപോലെ കിണറ്റിലൊക്കെ വീണ് നമ്മൾ കാണുന്നത്. പിന്നെ ആനയുടെയൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടെന്ന് ജനങ്ങൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇതാദ്യമാണ് കടുവയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഷിജോ കുര്യൻ, ഷിജോ, കുറേ അധികം സമയമായി കടുവ കിണറ്റിൽ തന്നെയാണല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ ഇതിന് ചാടിക്കിടക്കാൻ കഴിയുമെങ്കിൽ അതിന് കടുവ ശ്രമിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടാണോ ഷിജോ? ഹാഷ്മി, കഴിഞ്ഞ 6 മണിക്കൂറിലേറെയായിട്ട് കിണറ്റിലകപ്പെട്ട കടുവ കിണറ്റിൽ തന്നെയാണ്. അതിനെ സുരക്ഷിതമായിട്ട് പുറത്തേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് വനംവകുപ്പും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം ചെയ്യുന്നത്. കടുവയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ആൾമറയില്ലാത്ത കിണറാണ്. ആ കിണറിന് ഏതാണ്ട് 7 അടി താഴ്ചയുണ്ട്. ആ 7 അടി താഴ്ചയിൽ ഏതാണ്ട് 2 മീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളം പൂർണ്ണമായി വറ്റിച്ചതിന് ശേഷം കടുവയെ വലയുപയോഗിച്ചുകൊണ്ട് വലയ്ക്കുള്ളിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് നിലവിൽ വനംവകുപ്പ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ റോപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ വലയ്ക്കകത്തേക്ക് കടുവയെ കയറ്റി പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ വെള്ളം വറ്റിക്കേണ്ടതായിട്ടുണ്ട്. ആ വെള്ളം ഇപ്പോൾ ഉടൻ തന്നെ വറ്റിക്കാനുള്ള ക്രമീകരണങ്ങൾ വനംവകുപ്പ് ചെയ്യും. ഒരുപക്ഷെ വലയിലേക്ക് കയറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ മാത്രമായിരിക്കും വെള്ളം വറ്റിച്ച് കടുവയെ മൈക്കോടി വെക്കുന്ന ആ ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുക. എന്തായാലും അങ്ങേയറ്റം ഭീതിയോടുകൂടിയാണ് ഈ പറയുന്ന വില്ലൂന്നിപ്പാറയിലെ ആളുകൾ താമസിക്കുന്നത്. ഇവിടെ മറ്റ് പല തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഈ പ്രദേശത്തുണ്ട്. നമുക്കറിയാം, കാട്ടാനയും പുലിയും കാട്ടുപന്നിയും കുരങ്ങും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. അതിനിടയിലേക്കാണ് കടുവ കൂടി വന്നത്. വലിയ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കടുവനെ പുറത്തെടുക്കണം അല്ലേ? ഇപ്പം കുറെ നേരമായില്ലേ ഇപ്പോഴും കിടക്കുക? കുറെ സമയമായില്ലയോ? കുറെ സമയം, രാവിലെ 5:30 ആയപ്പോൾ വീണതാ. 5:30 സമയത്താണ് വീണെന്ന്. ഭീതിയോടുകൂടിയാണ് കഴിയുന്നത് ഇവിടെ. ഏതൊക്കെ തരത്തിലുള്ള മൃഗങ്ങളാണ് വന്നത് നേരത്തെ വരുന്നത്? എല്ലാം ഉണ്ട്. എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഹാഷ്മി ഈ പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള മൃഗങ്ങൾ, ഒരുപക്ഷെ ഇതൊരു മൃഗശാലയാണോ ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിലും പറയേണ്ടി വരും. അങ്ങനെ ഒരു തമാശ രൂപേണെങ്കിലും പറയുമ്പോഴും വലിയ ഭീതിയോടുകൂടി ഇവിടുത്തെ ആളുകൾ കഴിയുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ കിണറ്റിലകപ്പെട്ട കടുവയെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം പുരോഗമിക്കുകയാണ്. ഹാഷ്മി, ഓക്കെ. 5-6 മണിക്കൂറായിട്ട് കടുവ അതിനകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അത് പുറത്തോട്ട് വരാനുള്ള ശ്രമം നടത്തുന്നില്ല. അപ്പോൾ അതിനെ പുറത്തെത്തിക്കാനുള്ള നീക്കം നടക്കുകയാണ്. മറ്റു വഴിയില്ലെങ്കിൽ മയക്കൂടി എന്നാണ് പറയുന്നത്. പക്ഷേ നാട്ടുകാർക്ക് വലിയ ഭീതി അക്കാര്യത്തിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.